താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്ന നിലയ്ക്ക് തന്നെയാണ് താലിബാനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അവരധികാരം പിടിച്ചെടുത്ത സമയത്ത് അതുവരെയും അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന സ്ത്രീ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടി. സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യേണ്ടതില്ല എന്നാണ് അവർ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള നിർദ്ദേശം. ആരെങ്കിലും പഠിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവരെ വെടിവെച്ച് കൊല്ലുന്നതിന് വരെ അവർക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ്. അതുപോലെ പഠിച്ചിരുന്നതായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. സർവകലാശാലകളൊക്കെ പഠിച്ചിരുന്നവരോട് പറഞ്ഞ് പഠിത്തമൊക്കെ നിർത്തിപ്പോയിക്കോ, നിങ്ങൾ പഠിക്കണ്ട, പെണ്ണുങ്ങൾ പഠിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പെണ്ണുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രസവിക്കൽ മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി എന്ന് ഒരു സമീപനം എടുത്തിരിക്കുന്ന ഒരു ഭരണകൂടമാണ് താലിബാൻ ഭരണകൂടം എന്ന് പറയുന്നത്. അവർ ഇന്ത്യയുമായിട്ട് സഹകരിക്കാനായിട്ട് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് നമുക്കറിയില്ല. ഇന്ത്യക്ക് താല്പര്യമുള്ള ഒരു കാര്യമാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അവർ ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്ന ചില ഓഫറുകളിൽ ഒന്ന് അവർ പാകിസ്ഥാനെ ആക്രമിക്കും എന്നുള്ളതാണ്. പാകിസ്ഥാനെ അവരിപ്പോൾ തന്നെ ആക്രമിച്ച് തുടങ്ങിയിരിക്കുന്നു. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഫ്ഗാനിസ്ഥാനത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. അതെന്താ, ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നുള്ളതാണ്. ഇന്ത്യക്കാരങ്ങനെ ഇവർ പിടിച്ച് എടുത്ത സമയത്തും ഇന്ത്യക്കാരങ്ങനെ ഉപദ്രവിച്ചില്ല. ഇന്ത്യക്കാരെ അവിടെ ഒന്ന് സംരക്ഷിച്ചുകൊണ്ട് പോരാനായിട്ടുള്ള സംവിധാനത്തെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പട്ടാളം പോയിട്ട് വിമാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഒരു പരിക്കുമില്ലാതെ നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഒരു നേട്ടവുമായിരുന്നു. ഇന്ത്യയുടെ ഒരു നേട്ടമാണ്, ഭരണകൂടത്തിൻ്റെ ഒരു നേട്ടമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്തും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സംശയത്തോട് തന്നെയാണ് നോക്കിയിരുന്നത്. കാരണം ഇവർ ഒരുതരം ഭ്രാന്തന്മാരാണല്ലോ. അപ്പോൾ അവരുമായിട്ടുള്ള പുതിയ സൗഹൃദവും അത്ര ഈസി മട്ടിൽ അങ്ങോട്ട് കയറിയെടുക്കാനായിട്ടുള്ള സാധ്യത ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അഫ്ഗാനികൾക്ക് ഇന്ത്യയിൽ വിസ കൊടുക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ അഫ്ഗാനികൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. വാണിജ്യത്തിനും അതുപോലെ തന്നെ മറ്റ് പല ഇടപാടുകൾക്കും ഇന്ത്യയിൽ അവർക്ക് വരാനും, അതുപോലെ തന്നെ ഈ പുരുഷന്മാരായിട്ടുള്ള അഫ്ഗാനികൾക്ക് ഇന്ത്യയിൽ വന്ന് പഠിക്കാനും മറ്റൊക്കെയുള്ള സൗകര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾ ഒക്കെ എന്തായാലും അവർ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. സ്ത്രീകൾ പഠിക്കണ്ട, വേണ്ട, സ്ത്രീകൾ പഠിക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്.